വെറും നാല് പ്രോഡക്ട്സ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ള എവറിഡേ മേക്കപ്പ് ലുക്ക് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്താലോ. ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ പോകുന്നത്. എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, ചേച്ചി വീഡിയോയിൽ ചെയ്ത ഒരു മേക്കപ്പ് ലുക്ക് ഒന്ന് ക്രിയേറ്റ് ചെയ്യാവോ എന്നുള്ളത്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഹലോ ഹായ് നമസ്കാരം, ഇറ്റ്സ് മീ യുവേഴ്സ് പൊന്നു. വെൽക്കം ടു മൈ ചാനൽ പൊന്നു അതരാസ് വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 ആക്ക് ഹെയർ ബാൻഡോ ഏതെങ്കിലും ഒരു ഹെയർ ബാൻഡ് വെക്കുക എന്നുള്ളതാണ്. മുടി ഒന്ന് നന്നായിട്ട് കോംപ് ചെയ്യും. എൻ്റെ മുടി ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അല്ലാത്തൊരു ലെങ്ത്തിലാണ്. മുടി കെട്ടിവെക്കാനും പറ്റില്ല, എന്നാൽ അഴിച്ചിട്ട് കഴിഞ്ഞാൽ മുടി മുന്നോട്ട് തൂങ്ങി നിൽക്കുന്ന ഒരു മുടിയും കൂടിയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഹെയർ ബാൻഡ് വെക്കാതെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പം സ്കിന്നൊക്കെ നന്നായിട്ടൊന്ന് പ്രെപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഫേസ് വാഷൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. സെറ്റഫിൽ മോയ്സ്ചറൈസിങ് ക്രീമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ഇപ്പം ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളി ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണിത്. സെറ്റഫിലിൻ്റെ തന്നെ ഡാം മോയ്സ്ചറൈസറും നല്ലതാണ്. ഇപ്പം നിങ്ങളുടെ എക്സ്ട്രാ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ, എക്സ്ട്രീം ഒരു ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഇതാണ് ക്രീമാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ ഇങ്ങനെയല്ല മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാറുള്ളത്. കയ്യിൽ കുറച്ചെടുത്ത് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തിട്ട് ഫേസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യാറാണ് പതിവ്. ഇന്നെന്താണെന്നറിയില്ല, വീഡിയോയിൽ കണ്ടപ്പോൾ എനിക്കിങ്ങനെ ഡോട്ട് ഇടണമെന്നൊക്കെ തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാറ്. അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനൊന്ന് ചെറുതായിട്ടൊരു മസാജൊക്കെ കൊടുക്കും കേട്ടോ. മസാജൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഇപ്പം എന്തെങ്കിലും ഒരു അണ്ടർ ഐ പഫ്നെസ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ ഉറക്കം എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലർച്ചെ 4:30 മണിയാണ്. ആ സമയത്ത് ഇരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫ്രഷ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യുന്നത്. നമുക്കും ഒരു റിലാക്സേഷൻ കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ കഴുത്തിന് നല്ല പിഗ്മെൻറ്റേഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു ചലഞ്ചിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. താഴെ ഞാനൊരു കമൻറ്റ് കണ്ടിരുന്നു, ഇത് എന്തെങ്കിലും തേച്ച് കളഞ്ഞൂടെ എന്നുള്ളത്. എന്തെങ്കിലും അല്ല, നമ്മൾക്ക് കോലരക്ക് തേച്ച് തന്നെ ഇത് കളയാം. അപ്പോൾ ആ ഒരു ചലഞ്ചിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഞാനതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് എൻ്റെ ഒരു ലൈവ് റിസൾട്ടും കാണാൻ പറ്റുമല്ലോ. ഓക്കെ, എനിവേ, ഇനിയിപ്പം പിഗ്മെൻറ്റേഷൻ ഉള്ളവർ നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് പിഗ്മെൻറ്റേഷൻ വരാം. അപ്പോൾ അതല്ലല്ലോ ഇന്നത്തെ നമ്മുടെ ക്ലാസ് അല്ലേ. ഓക്കെ, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. അപ്പം നന്നായിട്ടൊന്ന് ഇതൊന്ന് ഉണങ്ങുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ മോയ്സ്ചറൈസിങ്ങിൻ്റെ മുകളിൽ ഞാനിവിടെ ബ്ലഷാണ് അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് എൻ്റെ ഒരു മേക്കപ്പ് ലുക്കിൽ ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ബ്ലഷ് എന്ന് പറയുന്നത്. മേക്കപ്പ് റെവല്യൂഷൻ്റെ ബ്ലഷാണ്. ഇതിൻ്റെ തന്നെ ഒരു ഡ്യൂപ്പ് സ്വിസ് ബ്യൂട്ടിയിൽ വരുന്നുണ്ട്. രണ്ടും സെയിം പെർഫോമൻസ് ആണ് കേട്ടോ. ഇതിനേക്കാളും കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡാണെന്ന് മാത്രം. ഇത്രയൊന്നും നമുക്ക് ആവശ്യമില്ല ബ്ലഷ്. ഞാനിത് ബ്ലഷ് കാണണ്ടേ എന്ന് വിചാരിച്ച് ഞാൻ ഇട്ടപ്പോൾ കുറച്ച് കൂടി പോയതാണ്. അപ്പോൾ ആ ബ്ലഷിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കണ്ണിൻ്റെ താഴെയും അതുപോലെ തന്നെ കണ്ണിൻ്റെ മുകളിലുമായിട്ട് കുറച്ചൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഐ ഷാഡോ യൂസ് ചെയ്യാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലുക്ക് തരും. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം നല്ലൊരു ജോക്കർ ലുക്ക് ഉണ്ട് അല്ലേ. അപ്പോൾ ഞാൻ എടുത്തത് കുറച്ച് എന്താ പറയുന്നത്, ബ്ലഷ് എടുത്തത് കുറച്ച് കൂടി പോയതുകൊണ്ട് കുറച്ച് സമയം എടുക്കേണ്ടി വന്നു എനിക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്യാനായിട്ട്. അപ്പം ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് വന്നപ്പോഴത്തേക്കും കറണ്ടിന് വരെ മതിയായി എന്നുള്ളതാണ്. പവർ പോയി കേട്ടോ, പവർ വന്നു. ആഹാ, എന്താ അല്ലേ. ഓക്കെ, എനിവേ, ഇതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്രഷ് വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ, എൻ്റെ ഫേസിൽ അത് സെറ്റായി വന്നു. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി നിങ്ങൾ എടുക്കണ്ട കേട്ടോ. അപ്പോൾ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി എടുത്താൽ മതി. അപ്പോൾ ഞാനിന്ന് ഈ ഒരു ഫോൺ ക്യാം നോക്കുന്നതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. എനിവേ, ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഒരു ലിപ്സ്റ്റിക്ക് വേണം. എൻ്റെ എവർ ടൈം ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ് ഈ ഒരു മെബിലിൻ സൂപ്പർ സ്റ്റേ എൻ്റെ സീക്കർ എന്ന് പറഞ്ഞ ഷെയ്ഡ്. ഇത് കഴിഞ്ഞ ഒരു എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 2-3 വർഷത്തിലും മേലെയായി ഞാൻ ഇത് തന്നെ ഉപയോഗിക്കുന്നു. എനിക്കറിയില്ല, ഇത് എനിക്ക് അത്ര ഇഷ്ടമാണ് ഈ ഒരു മേക്കപ്പിന് എന്ന് മാത്രമല്ല കേട്ടോ. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിടുമ്പോൾ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരു മീഡിയം ടു ഡസ്കി സ്കിൻ ടോണുകാർക്ക് നന്നായിട്ട് ചേരും കേട്ടോ. പിന്നെയാണ് ഞാൻ വിചാരിച്ചത് ഒരു മസ്കാര കൂടി ഇട്ട് കൊടുത്താലോ, ഏതായാലും ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യല്ലേ എന്നുള്ളത്. ഞാൻ നോർമലി മസ്കാര ഡെയിലി ബേസിൽ യൂസ് ചെയ്യാറില്ല. എനിക്ക് മസ്കാര ഇടുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻസ് തോന്നാറുണ്ട്. അതായത് അത് കഴുകി കളയുമ്പോഴൊക്കെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് വരുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ഡെയിലി ബേസിൽ മസ്കാര യൂസ് ചെയ്യാറില്ല. പിന്നെ നമ്മുടെ ലോറിയലിൻ്റെ ലാഷ് പാരഡൈസ് മസ്കാരയൊക്കെ ഉണ്ടല്ലോ, അതിനേക്കാളൊക്കെ ബെറ്ററാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴുകി കളയാൻ പെട്ടെന്ന്.
മറ്റത് വാട്ടർ പ്രൂഫ് ആയത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കഴുകി കളയാൻ. പക്ഷേ എക്സ്ട്രാ ലാഷ് വെക്കേണ്ട ആവശ്യമില്ല അതിട്ട് കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ഞാനിവിടെ സ്ട്രീക്സിൻ്റെ ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അത് വളരെ കുറച്ച് ലിക്വിഡ് നമുക്ക് കയ്യിലെടുത്തിട്ട് ഫ്യൂ ഡ്രോപ്സ് എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമ്മുടെ മുടിയൊക്കെ ഒന്ന് കോംപ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും നമ്മുടെ മേക്കപ്പ് ലുക്ക് വരുന്നുള്ളൂ. വളരെ സിമ്പിളാണ്. ദാ ഇതുപോലെ ഉണ്ടാവും നമ്മുടെ മേക്കപ്പ്. കണ്ടോ? ഇഷ്ടപ്പെട്ടോ? എനിക്കിപ്പോൾ ഇങ്ങനെ ചെയ്യാനാണ് കേട്ടോ ഇഷ്ടം. അപ്പം നിങ്ങൾക്കും ഇതുപോലെ മേക്കപ്പൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതെന്തായാലും ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ് കണ്ടോ, ഭയങ്കര ഫ്ലോയി ആയിട്ട് ഡ്യൂയി ആയിട്ട് കിടക്കുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ മേക്കപ്പ് ഇഷ്ടമായോ ഇല്ലയോ, ഇനി ഏതെങ്കിലും വീഡിയോ സജഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ കമൻറ്റ്സ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു.